ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ പ്രണയബന്ധത്തിൽ നിന്നും വഴിമാറിപ്പോയതിൻ്റെ കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി നിങ്ങളുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നമായിട്ടുള്ള ആ ഒരു എനർജി, അതുപോലെ നിങ്ങളായിട്ടുള്ള എനർജി, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് ആ ഒരു ഓവറോൾ എനർജിയിലേക്ക് പോകാം. അതായത് ഈ റിലേഷൻഷിപ്പിനോടും നിങ്ങളോടൊക്കെ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ഒരു ഓവറോൾ എനർജിയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രപ്പോസൽ ആണ്. ആൻ ഓഫർ ഓർ പ്രപ്പോസൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ ദാറ്റ് കംസ് ആൻഡ് സർപ്രൈസ് എന്നാണ്. അപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഈ പേഴ്സൺ, കാരണം ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജിയിലാണ് നമ്മൾ ഈ ഒരു രണ്ട് കാർഡ്സ് എടുത്തിട്ടുള്ളത്. ഓവറോൾ എനർജിയാണ് എന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെയും പേഴ്സന്റെയും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പ്രപ്പോസലായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം നിങ്ങൾ അങ്ങോട്ടായിരിക്കാം പ്രപ്പോസൽസ് ആയിട്ടും അല്ലെങ്കിൽ കുറെ അഭ്യർത്ഥനകളും കുറെ റിക്വസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ അങ്ങോട്ടായിരിക്കാം, പക്ഷേ ഈ പേഴ്സന്റെ പുറകെ ആയിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അത്രയും അധികം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപ്പോസലായിട്ട്. കാരണം ആ പ്രപ്പോസലിന് അത്രമേൽ പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ മാത്രമാണ്. നിങ്ങളിലൂടെ മാത്രമാണ് ഈ പേഴ്സണ് പോസിറ്റീവായിട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർത്തും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വീണ്ടും തിരിച്ചു വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരു പ്രപ്പോസലിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതായത് ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ അച്ചീവ്മെന്റ് ആണ്. എന്ത് കാര്യത്തിനും ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ തൻ്റെ കഴിവ് കൊണ്ട് എന്താ പറയുക സൃഷ്ടിക്കപ്പെടുക, കഴിവ് കൊണ്ട് ഉയർച്ചയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും താല്പര്യമാണ്, സ്വപ്നമാണ്. അപ്പോൾ ഈ പേഴ്സൺ എന്ത് തന്നെ ആയാലും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രപ്പോസലാണ്. അത് നിങ്ങളായിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലൈഫാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, അതിലൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും വിജയങ്ങൾ സൃഷ്ടിക്കുവാനും തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വെറുതെ ഇരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നാലാളുടെ മുന്നിൽ നട്ടലുയർത്തി അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനെ കണക്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഈ പേഴ്സണ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഏത് സാഹചര്യത്തിലാണ് ഈ വ്യക്തിക്ക് വഴി തെറ്റിപ്പോയത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സൺ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് എന്ത് കാരണത്താലാണ്, അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസെപ്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവന്റ്സ് ആണ്. അതായത് ഇവിടെ ആ ഒരു കുത്തിത്തിരിപ്പ് കയറിയിട്ടുള്ള അല്ലെങ്കിൽ കുത്തിത്തിരിപ്പായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് നല്ല ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം സിറ്റുവേഷൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ കൃത്യമായും വ്യക്തമായും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത്രയും എന്താ പറയാ, ഈ പേഴ്സൺ മറ്റുള്ളവർ പറയുന്നത് ഏതോ ഒരു സമയത്ത് അത് വിശ്വസിച്ച് പോയി എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് പോയി, മറ്റുള്ളവർ പറയുന്നത് ആ ഒരു ലെവലിലേക്ക് എടുത്തു, സീരിയസ് ആയിട്ട് എടുത്തു, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തും പെരുമാറി.
ഈ ഒരു ലെവലാണ് കാണിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ചതിയന്മാരും വഞ്ചകന്മാരായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ പിറകിൽ നിന്നും കുത്തുക എന്നുള്ളൊരു രീതിയും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല മാനിഫെസ്റ്റേഷൻ ആണ്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യത്തില് പരിപൂർണമായിട്ടും ഈ പേഴ്സണെ തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും അത് സംഭവിച്ചിട്ടുണ്ടാകാം. തെറ്റായ രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം, സ്വപ്നങ്ങളായിരിക്കാം. പക്ഷെ അത് ചില സമയത്ത് റിവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കും. അത് നമ്മൾ തന്നെ ചിന്തിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, മനസ്സിലായോ? ഈ പേഴ്സൺ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നെഗറ്റീവായി പോയി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടീനെയും കൂടി വെച്ചിട്ട് ഒരുപക്ഷെ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ തേർഡ് പാർട്ടി ഈ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു സിറ്റുവേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളായിട്ട് ഒന്നിക്കണം, ഒരുമിച്ച് പോകണം എന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ അവിടെ കുത്തിത്തിരിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ പേഴ്സൺ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് വേറെ രീതിയിൽ ചിന്തിച്ചു, ആഗ്രഹിച്ചു, ഒരുപക്ഷെ പ്രാർത്ഥിച്ചു. അതല്ല എങ്കിൽ തേർഡ് പാർട്ടി ഈ പേഴ്സണെ, കാരണം നിങ്ങൾ ഓൾറെഡി ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ തേർഡ് പാർട്ടിയും ഈ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലവും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 8 ഓഫ് സോർട്സ് ആണ്. അപ്പൊ അതിലൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് കോൺഫിഡൻസ് ഇല്ലായ്മ, നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ ഒരു ഫോക്കസ് ഇല്ല, താല്പര്യമില്ല, നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ പേഴ്സണ് പ്രത്യേകിച്ച് ഒന്നും തോന്നിക്കുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇല്ലാത്ത ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ വന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ കണ്ണ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചുറ്റിനുള്ളതൊന്നും കാണാൻ കഴിയില്ല, വ്യക്തമാക്കാൻ കഴിയില്ല. ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് കോൺഫിഡൻസ് ഇല്ല. ആദ്യമൊക്കെ നിങ്ങളായിട്ട് ഒരു ഇന്റിമസി, ഒരു അട്രാക്ഷൻ, സ്നേഹം, മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ നോക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു പേടി പോലെയാണ്, താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. മനസ്സിലായോ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പ്രണയബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു ജോലി പോലെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഏറ്റെടുക്കാനായിട്ട് ഈ പേഴ്സൺ തയ്യാറായില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അതിനൊക്കെ ഈ പേഴ്സൺ എന്തെന്നില്ലാത്തൊരു പേടിയും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ കുറച്ചും കൂടി ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങളായിട്ടുള്ള ഇനി കണക്ഷനിലേക്കാണ് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്പ്രിംഗ് ആണ്, സീ യുവർ സീഡ്സ് ഗ്രോ എന്നാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്കുള്ളൊരു വിത്ത് പാകിയിട്ടുണ്ട്. നമ്മളൊരു വിത്ത് നട്ട് അത് നനച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒക്കെ കഴിയുമ്പോഴാണല്ലോ അത് വലിയൊരു ചെടിയായി വൃക്ഷമായി മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഈ പേഴ്സൺ എന്തായാലും നിങ്ങൾക്ക് മേൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫോക്കസ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഫോക്കസ് വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകള്, വ്യാകുലതകള്, നിങ്ങളെ വേണം എന്നുള്ളൊരു ചിന്ത, അതെല്ലാം ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ പറയുകയാണെങ്കിൽ ദ കിങ് ഓഫ് കീസ് ആണ്. അതായത് എന്താണ് പറയുക, കളഞ്ഞു പോയ താക്കോൽ അല്ലെ. നമുക്കൊരു താക്കോല് കയ്യിലില്ലെങ്കിൽ നമുക്ക് എത്ര വലിയ വീടാണെങ്കിലും അത് നമുക്ക് തുറന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ എത്ര വലിയ കൊട്ടാരമാണെങ്കിലും താക്കോലില്ലെങ്കിൽ നമുക്കത് ചവിട്ടി പൊളിക്കുന്നവരുണ്ട്. ബട്ട് ഞാൻ ഒരു ഇതായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് പോലും മറ്റുള്ളവരുടെ കൈകളിലായിരുന്നു, മറ്റുള്ളവരുടെ ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, സ്വാതന്ത്ര്യക്കുറവ്, വ്യക്തതയില്ലായ്മ, ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു കിങ് ഓഫ് കീസ് ആണ്. അതായത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവിലേക്കും തൻ്റെ ഇടത്തിലേക്കും വന്നു ചേർന്നു എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ട്രൂ ലവ് ആണ്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ആ ഒരു ട്രൂ ആയിട്ടുള്ള എനർജിയിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രൂ ലവ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത ആയിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. പക്ഷെ കുറച്ച് സമയമെടുത്തെങ്കിലും എന്താണ്, ഈ വ്യക്തിയുടെ മനസ്സിനും ഹൃദയത്തിനും ചിന്തകൾക്കും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഒരു വെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ ഒരു മരുഭൂമിയുടെ പോലെയാണ് ഈ വ്യക്തിയുടെ അവസ്ഥ, നിങ്ങളില്ലാത്ത അവസ്ഥ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സണ് പ്രാധാന്യം തരാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പേഴ്സന്റെ വരവ്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. യെസ്, ഈ പേഴ്സൺ ഇപ്പൊ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലവ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് ദിസ് പേഴ്സൺ ഈസ് ഓൺ ദ റൈറ്റ് പാത്ത്. അതായത് പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണ്, ഒരു യാത്രയാണ്. അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് ഈ പേഴ്സൺ വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും വലിയ സേഫ്, ഏറ്റവും വലിയ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വഴി മാറിപ്പോയി, നിങ്ങളിൽ നിന്ന് ട്രാക്ക് മാറിപ്പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളാണ് സത്യം, ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയി, ചെയ്തത് മണ്ടത്തരമായി പോയി, ഈ പേഴ്സണ് വഴിതെറ്റിപ്പോയതാണ് എന്ന് മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരികയുമാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ലാക്ക് ഓഫ് കെയറിംഗ് ആണ്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കെയറിങ്ങും കിട്ടിയിട്ടില്ലായിരിക്കാം. അവിട്ടം നാള് കിട്ടിയിട്ടുണ്ട്, ഉത്രാടം നാള്. ഇത് നിങ്ങളുടെ ലവറോ ഹസ്ബൻഡോ വൈഫോ ഏത് തരത്തിലുള്ള ബന്ധവുമാകാം, എല്ലാവർക്കും ഇത് കാണാം. നമ്പർ 30 കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ബി. 13 നമ്പർ കിട്ടിയിട്ടുണ്ട്, 6 കിട്ടിയിട്ടുണ്ട് ആൽഫബറ്റ് ലെറ്റർ. പിന്നെ കാപ്രിക്കോൺ സോഡിയക് സൈൻ ആണ്, 15 നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.